ഹലോ ഗെയ്സ്, നമ്മൾ ടീം ഓഫ് സീസണിൻ്റെ ബാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗെയ്സ്, ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ നമ്മൾ ബാക്ക് ഓപ്പൺ ചെയ്തതിൻ്റെ വീഡിയോ ആണ്. സോ ഇതിനകത്ത് എനിക്ക് കൃത്യം ആരെ കിട്ടിയെന്ന് ഓർമ്മയില്ല. എന്തായാലും വലിയ കാർഡൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഏതൊരു കൊള്ളാത്ത ഒരു കാർഡ് തന്നെയാണ് തന്നേക്കുന്നത്. 103 104. ഇത് നമ്മളെ സ്ട്രൈക്കർ, മറ്റേ പുള്ളി ഏതാ, ഇതിനകത്തെ ഒരു പുള്ളിയാണ് ഈ ഗുസൈൻറ്റോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. സോ ഇന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ലീഡർ ബോർഡിൻ്റെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടോക്കൺ ഉണ്ട്, തിരക്കേടില്ലാത്ത ടോക്കൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജെമ്മും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് എക്സ്ചേഞ്ച് അടിക്കാം കേസ് ജെമ്മിൻ്റെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നോർവേ സ്ട്രൈക്കർ കേസ്. ഇതൊരുമാതിരി 102 ബേസ് തന്നെ ആണ് കേസ്. അത് തേപ്പാണ് പോയി. നമുക്കിനി എന്തായാലും നമ്മളെ ട്രേഡബിൾ ഓപ്പൺ ചെയ്യാം കേസ്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ഇത് 15 മില്യൺ വെച്ച് തരുവാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 60 മില്യൺ റേഞ്ചിൽ തന്നെ കിട്ടും. ആദ്യത്തെ 15 മില്യൺ എന്ന് വെച്ച് 15 മില്യൺ തന്നെ തരാനല്ല എൻ്റെ പൊന്നോ പറഞ്ഞത്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഈ ടോക്കൺ വെച്ച് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. എന്തായാലും 60,000 ടോക്കൺ എടുത്തു വെക്കാൻ പറ്റില്ല. ഓക്കെ, സിഡാൻ. എന്തുകൊണ്ട് നമുക്കിപ്പം സിഡാൻ തരുന്നതിന് പകരം നേരത്തെ പിച്ച് വീഴ്ച സിഡാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിഡ്ഫീൽഡ് ഇപ്പോൾ സെറ്റായേനെ. ഓക്കെ, വോക്കൗട്ടുണ്ട് എന്തായാലും. ഗോൾ കീപ്പർ ഇതാരാണ്? എല്ലാം 15 മില്യൺ തന്നെയല്ലേ, കണക്ക് തന്നെ. എല്ലാം 15 മില്യൺ തന്നെയാണ്. ബാക്കിയിലും വോക്കൗട്ടില്ല, ഇതിനും വോക്കൗട്ടെങ്കിലും ഉണ്ട്. അത് കുഴപ്പമില്ല. വോക്കൗട്ടില്ല. നമുക്കെന്തായാലും ജെമ്മ് എക്സ്ചേഞ്ച് ചെയ്യാം ഗൈസ്. വെറുതെ മറ്റേത് പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കളയണ്ട. നമുക്കെന്തായാലും ജെമ്മ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലോട്ട് കിടക്കാം ഗൈസ്. ഫുള്ള് ജെമ്മൊന്നും പൊട്ടിച്ച് തീർക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമ്മളെന്തായാലും ഫുള്ള് ജെമ്മ് പൊട്ടിച്ച് തീർക്കുന്നില്ല, എന്നാലും അത്യാവശ്യം ജെമ്മ് പൊട്ടിക്കും ഗൈസ്. ഡെയിലി ബണ്ടിൽ നമുക്കെന്തായാലും ഓപ്പൺ ചെയ്യാം. ഇന്നലെ തന്ന പോലെ 104 പ്ലെയറും തന്നേക്കല്ലേ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആരെങ്കിലൊക്കെ താ. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. വോക്കൗട്ട് അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്, കിട്ടില്ല വോക്കൗട്ട് തന്നെയാണ്. ഓക്കെ, ഇതാരാണ്? സിങ്കോയാണോ? സിങ്കോ. ഇന്നലെ 104, ഇന്ന് 104. സെറ്റ് അല്ലെങ്കിൽ ഇനി ഞാൻ സാധാരണ ട്രേഡബിൾ പാക്സ് ഓപ്പൺ ചെയ്യാറില്ല. പക്ഷേ ഒരു വട്ടെങ്കിലും നമുക്ക് ട്രേഡബിൾ ഓപ്പൺ ചെയ്യണം ഗൈസ്. നമ്മൾ ലക്കൊന്ന് പരീക്ഷിക്കണ്ടേ. അതുകൊണ്ട് നമ്മളൊരു ട്രേഡബിൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഡെംബലയുണ്ട്, വാൻ ബാസ്റ്റനുണ്ട്, തുറാമുണ്ട്, ഹെൻറി ഉണ്ട്. അവരെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 102, അത്രയും ഞാൻ പറയുന്നുള്ളൂ. 102. ഇതേതാണ് വോക്കൗട്ട്? ജർമ്മനി ഗോൾ കീപ്പർ 99 98 99 ഗോൾ കീപ്പർ ഗൈസ്. സാറില്ല, എന്തായാലും നമുക്കിനി നമ്മുടെ അൺലിമിറ്റഡ് ബണ്ടിൽ രണ്ടാളും കൂടി ഓപ്പൺ ചെയ്യാം മെയിൻ അക്കൗണ്ടിൽ. അതിന് നമുക്ക് സെക്കൻഡ് അക്കൗണ്ടിൽ പോവാം. വോക്കൗട്ട് തരണേ, അത്രേ തന്നാൽ മതിയായിരുന്നു. നോക്കാം ഗൈസ്, ആരായിരിക്കും? ഫ്രാൻസ് സെൻറ്റർ ബാക്ക്, മറ്റേ 105 പ്ലെയർ എങ്ങാനാണോ? 103 പ്ലെയറാണ്. കുഴപ്പമില്ല, എന്തായാലും വോക്കൗട്ട് തന്നല്ലോ, അതന്നെ വലിയ കാര്യം കേസ്. എന്തായാലും നോക്കാം. വോക്കൗട്ട് തന്നു തന്നെ ഇവരുടെ എന്താ പറയുക, സാധാരണ തരാറില്ല, ഇപ്പം തന്നില്ല എന്തായാലും. സോ ഗൈസ്, നമ്മൾ സെക്കൻഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഒരു പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള ജെമ്മേ ഉള്ളൂ. അത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ഒരു മാർക്കറ്റ് പിക്ക് കൂടി ഉണ്ട് ഗൈസ്. എന്തായാലും നോക്കാം, ഇതിനകത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കിട്ടില്ല പ്ലെയർ. സണ്ണിനൊക്കെ കിട്ടിയ അക്കൗണ്ടാണ്. ഓക്കേ, നമുക്കെന്താണോ തന്നത് അത് തന്നെ ഈസ് നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ തന്നു. സോ നമുക്ക് മാർക്കറ്റ് പിക്ക് ചെയ്യാം. തൽക്കാലം ഇതിനകത്താണ് പോകുന്നത്, കാരണം മാക്സിമം 10,000 ആണ് ഈസ് ഒരു ദിവസം. അതുകൊണ്ട് നമ്മൾ കൂട്ടുന്നില്ല. ഓക്കേ, ഫസ്റ്റ് തന്നെ നമ്മളെ ഒമ്പിച്ച് വിട്ടിട്ടുണ്ട്.
തേച്ച് കിട്ടേസ്. ഓക്കെ, അടുത്തതും ഏകദേശം മറ്റേ കൂട്ട് തന്നെ, 98. എന്തൊരു തേപ്പാണ് ഇത്. ലാസ്റ്റത്തെ പറയണം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലാണെന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓ അപ്പം ശരി ഗൈസ്.